ഇവന്റെ മുമ്പ് മുദ്രാവാക്യം വിളിക്കാൻ ഇവനാരാ? ഭക്ഷ്യമന്ത്രിയോ? അല്ല ജോയി, ഈ റേഷനൊക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇതെന്നാ വർത്തമാനം പറഞ്ഞ? റേഷൻ വന്നാൽ ഞാൻ തരത്തില്ലയോ? ക്രിസ്മസ് റേഷൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് നക്ഷത്രം ഇങ്ങ് പോന്നു. അല്ലൂടാ ജോയിയെ? നക്ഷത്രം ഞാൻ വാങ്ങിച്ചിട്ടാ, റേഷൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്നത്തേക്ക് വരും? അത് അവനോട് ചോദിച്ചാൽ അവനെങ്ങനെ പറയാനാ ഭാനുവേ? സർക്കാരല്ലയോ റേഷൻ തരുന്നത്? ചാക്ക് കെട്ട് ലോറിയിലോട്ട് കയറ്റും, ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടുവന്ന് ബോട്ടിലോട്ട് കയറ്റും. പൊന്നൂച്ചട്ടിയുടെ ബോട്ടല്ലയോ, വെള്ളത്തിലൂടെ അല്ലയോ വരുന്നത്? ബോട്ട് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിന്ന് വരാം. അഥവാ ബോട്ട് മുങ്ങിയില്ലെങ്കിലും ചാക്ക് കെട്ട് മുങ്ങും. മുങ്ങി അതാ സംഭവിച്ചിരിക്കുന്നത്. അതിലിപ്പോ ഞാൻ എന്നാ പിഴച്ചെന്നാ? നീ പണ്ടേ പിഴയാ, നിന്റെ കുടുംബത്തോടെ പിഴയാ. നാളെ കാലത്ത് റേഷൻ കിട്ടിയില്ലെങ്കിലേ കടയായിട്ട് എന്തിനാ എന്നെ കൂട്ടിട്ടാ കത്തിച്ചോ? എന്റെ ശൗരിച്ചായ ക്രിസ്മസാ, നമുക്ക് പട്ടിണി കിടക്കാം, വീട്ടുകാരെ പട്ടിണി കിടാൻ പറ്റിയല്ല. ആണ്ടിലൊരിക്കലാ വീട്ടിലൊരു ചിരിയും സന്തോഷമൊക്കെ, അതും കൂടെ ഇല്ലാതായാലും എല്ലാ ആവേശവും പോകും. അരിയും ഗോതമ്പും പഞ്ചാരയൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒതുക്കി വെച്ചിരിക്കുക ചെട്ടിയാര്. ശീഘ്രം അടുക്കണ്ണാച്ചി, മറ്റേ 500 രൂപ കൂടി കൊണ്ടുവരണ്ടാമാ. അത് മാത്രം പിന്നെ കേവളത്തിൽ കിടക്കത്തോ? ഒന്ന് വേഗം ആട്ടോ. വക്കീലേ, കൊപ്രാപ്പരെ റേഷനരി അല്ലേ? അടിക്കലാമാരെ വരട്ടെ, നിക്ക്. ഞങ്ങളുടെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. സാറായിരുന്നു? ആ ചെട്ടിയാർ അവിടെ ഉണ്ടോ? இந்த மாதிரி ஒரு சின்ன விஷயத்துல எல்லாம் நான் தலையிடுறது இல்லை சார். நான் ஒரு வெளியூர்காரன், அதனால என் மேல இவங்களுக்கெல்லாம் நம்பிக்கை இல்லை. கிறிஸ்மஸ்க்கு ஒருபாடு நாள் உண்டല്ലോ, அதனால அரிசியெல்லாம் கெட்டு போகாம இருக்கட்டுமேன்னு நம்ம கூடல வச்சிருந்தேன். കഴിഞ്ഞതൊക്കെ പോട്ടെ, ചെട്ടിയാര് പറഞ്ഞത് മുഖവിലിക്കെടുക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ച നിയമപരമായി നടപടിയെടുക്കും. இந்த வரடா, ഒന്നാലதான் ചെട്ടിയാർക്ക് കെട്ട പേരാണ്. ഞാനാകുന്നു ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്ന നീയാണോ ചാക്കോ ക്രിസ്തുമസിന് വന്ന റേഷൻ അരി പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത്? അച്ഛൻ അവിടെ ഇരി, ഇത് പള്ളിയല്ല ബൈബിളിന്റെ കാര്യം പറയാൻ. പള്ളിക്ക് മാത്രമായിട്ടൊരു ബൈബിൾ ഇല്ല ചാക്കോ, ഖുർആനും ഇല്ല. അല്ലേ ബഷീർ സാറേ? കൈമളദ്ദേഹം പറഞ്ഞാട്ടെ, പൂജാമുറിയിൽ വായിച്ചു തീർക്കാനുള്ള 2 പുസ്തകങ്ങൾ മാത്രമാണോ രാമായണവും ഭഗവത്ഗീതയും? ഒരിക്കലും അല്ലച്ചോ. അപ്പൊ ദൈവവചനങ്ങൾ ദേവാലയങ്ങളിൽ മാത്രം പൂഴ്ത്തിവെക്കുന്ന നീയൊക്കെ അരിയല്ല ദൈവങ്ങളെ വരെ പൂഴ്ത്തിവെക്കാൻ പഠിക്കില്ല. ഒത്തു കിട്ടിയാൽ മറിച്ച് വിൽക്കുകയും ചെയ്യും. ചെട്ടിയാരെ, ആയിരപ്പറ പാടം കൃഷിക്കാർക്ക് തിരികെ വിട്ടുകൊടുക്കണം. തിരികെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ മുതലാളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ മേടിച്ച കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ കാശ് വാങ്ങിച്ചതിന് രേഖയുണ്ടോ? ഉണ്ടല്ലോ, ഇതാണ് രേഖ, പ്രോമിസറി നോട്ടുകൾ. ഒന്ന് കാണട്ടെ. ഇത് അന്യായമാണ്. നക്കാപ്പിച്ച കാശിന് നാട്ടുകാരെ തള്ളവരെ വധിപ്പിച്ച് ആയിരപ്പുറ പാടശേഖരം ചെട്ടിയാർക്ക് ഒറ്റുകൊടുപ്പിച്ചത് അന്യായം. മന്ത്രിയായിരുന്നു സാക്ഷി. ഇതിന് മാത്രമല്ല, ഇന്നലെ ചെട്ടിയാരെ ഗോഡൌണിൽ കണ്ട റേഷനറി ചാക്കുകൾക്കും ശിക്ഷ അറിയാമല്ലോ വക്കീലിന്. ചെട്ടിയാരെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആയിരപ്പറ പാടശേഖരം കൈമൾ അദ്ദേഹവും അച്ഛനും ഉൾപ്പെട്ട നാട്ടുകാരൊരു ട്രസ്റ്റ് ആക്കണം. ഒന്നിച്ച് കൃഷി ചെയ്യുക. ഒരു അരിക്കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് അരി വിലക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെട്ടിയാർക്ക് നിഷേധിക്കരുത്. കർഷക സംഘം സിന്ദാബാദ്! ആയിരപ്പറ സിന്ദാബാദ്! ആയിരപ്പറ സിന്ദാബാദ്! ആയിരപ്പറ സിന്ദാബാദ്! ആയിരപ്പറ സിന്ദാബാദ്! ഏറിപ്പോയി ഉള്ള അളിയ, പ്രായമായ ഒരു പെണ്ണ് ഈ വീട്ടിലുള്ള കാര്യം അളിയ മറക്കരുത്. ഇപ്പൊ അങ്ങനെയോ? ഇപ്പോഴെങ്കിലും ഒന്ന് ഓർപ്പിച്ചല്ലോ. ആ മാപ്പിള ചെറുക്കൻ എന്തിനാ എപ്പോഴും ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? കേറി ഇറങ്ങാൻ വേണ്ടി നാട്ടുകാർ അതിമിതും പറഞ്ഞു തുടങ്ങി. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിനക്കെന്നെ? എന്തെങ്കിലുമല്ല,
അവൻ ഈ വീട്ടിൽ കയറി നടക്കുന്നതിനെ പറ്റി അപ്പുറത്ത് സംസാരം. അല്ലയ്യ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നാകരുത്. എന്തു വേണേ പറഞ്ഞു നടന്നു. എന്നോട് ചോദിക്കാൻ ഈ പടിക്കകത്ത് കയറരുത്. വന്നേ പോകാം. ഊണ് ശരിയായില്ലല്ലേ? നിറഞ്ഞു വയറും മനസ്സും. ഓ ചുമ്മാ പറയുക. തൊട്ടുകൂട്ടാൻ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പാർവതി കുഞ്ഞെ, ഇഷ്ടമുള്ളവർ വിളമ്പി തന്ന ചോറുണ്ണാൻ കറികളൊന്നും വേണ്ട. നേരാ. എന്നാ ഉണ്ട് കഴിഞ്ഞ് എനിക്കൂടി ഇച്ചിരി വിളമ്പിത്ത. ഓ പിന്നെന്താ, ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കഥയിൽ ആഗ്രഹിക്കുന്ന പോലല്ലോ ജീവിതം. ആയിരപ്പറ കാലനാട്ട് വേണമെന്നാ എല്ലാരും പറയുന്നേ. മുടങ്ങിപ്പോയതല്ലയോ? മുടക്കം മാറ്റി ആയിക്കോട്ടെ ആയിരപ്പറ ട്രസ്റ്റിന്റെ ആരംഭം. എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്മ ഉറങ്ങിയോ പാർവതി കുഞ്ഞെ? ഞാനങ്ങോട്ട് പോവാ, കാലത്തെ വരാം. ശൗരി, നിന്നോട് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. പറയുന്നത് നന്ദി കേടാണെന്നും അറിയാം. എന്താ കൈമളത്തെയും പറഞ്ഞാട്ടെ. മോളും നീയും തമ്മിലുള്ള അടുപ്പം ലേശം കൂടുന്നില്ലേന്ന് എനിക്കൊരു പേടി. ബന്ധുക്കളെല്ലാം ശത്രുവാളയത്തിലാ, അറിയാവല്ലോ. പറയാൻ എന്തെങ്കിലും നോക്കിയിരിക്കുക അവര്. നമ്മളായിട്ട് വിഷയമൊന്നും ഉണ്ടായി കൊടുക്കരുത്. നീ ഇവിടെ വരരുത് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നീ വരുന്നതുകൊണ്ട് ഈ വീടിന് ചീത്തപ്പേരുണ്ടാവരുത് കുഞ്ഞ്. മനസ്സിലായി. സ്വന്തം ഒന്നോർത്ത് വന്നു പോകുന്നതാ. ഈ മതിലും പഠിപ്പരമൊക്കെ മറന്നുപോയി. അച്ഛൻ ശൗര്യോട് എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടുന്നു മോളെ. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്ത് സൂക്ഷിക്കണമെന്ന്? ഇപ്പൊ തന്നെ സംസാരമായിട്ടുണ്ട്. എന്ത് സംസാരം? അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല മോളെ. എന്തുകൊണ്ട്? എന്നെ എന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ഒന്നും അറിഞ്ഞില്ല എന്ന് അച്ഛൻ അഭിനയിക്കരുത്. അച്ഛന്റെ മോളല്ല ഞാൻ. അച്ഛന്റെ മനസ്സല്ല എനിക്ക്. ഇഷ്ടപ്പെട്ടു പോയി. പാടില്ല എന്ന് പറയരുത്. മറ്റേർപ്പാടുകളൊന്നുമില്ലേ? ഉണ്ട്. 4 എണ്ണം വിട്ടോണ്ട് എന്നാലേ കലക്കാൻ പറ്റൂ. വേഗം വേണം. ഊണ് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പെണ്ണുങ്ങളെല്ലാം ഉണ്ണാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് നമുക്ക് വിസ്തരിച്ചാകാമല്ലോ. പിന്നെ വന്നാട്ടെ വന്നാട്ടെ. വാ വാ. നമ്മുടെ പാപ്പിയുടെ മോനാ ശൗരി. ഇവൻ തന്നെ ഇവിടെ കാര്യം. ഇത്ര ഏർപ്പാടൊന്നും ഇനി വേണ്ടളിയാ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇറക്ക പോയി മേടിക്ക്. അപ്പനെ ഓർത്തെങ്കിലും അന്നമൂട്ടി വളർത്തിയ ഈ വീടിന്റെ പാരമ്പര്യത്തിന് കാവൽ നിന്ന് മരിച്ച പാപ്പിയുടെ മോനാ ഞാൻ. എന്റേതെന്ന് പറയാൻ എനിക്കിനി ഇത് മാത്രമേ ഉള്ളൂ. ഈ അവകാശമെങ്കിലും നിഷേധിക്കരുത് കൈമളത്തെ. അച്ഛാ, ശൗര്യക്ക് കൊടുത്ത ചൂട്
എന്താ അച്ഛാ ഈ കാണിച്ചത്? വീട്ടിൽ കാര്യം കടന്നു പോകാനല്ലേ പറഞ്ഞത്? നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? കടന്നു പോകാനല്ലേ പറഞ്ഞത്? പോവാൻ